Welcome back to Computer Graphics Part 6 Direct View Storage Tube or DVST. The main contents included in this topic are Introduction, DVST, DVST components, DVST working, advantages and disadvantages of DVST, and conclusion. So DVST or Direct View Storage Tube, just like another methods, it is a storage method. It resembles CRT. Okay, CRTയുടെ ഏകദേശം അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഡി വി എസ് ടിക്കും ഉള്ളത്. അത് CRT യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് യൂസസ് ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഇൻ കോമൺ CRT ആൻഡ് DVST കോമൺ ആയിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങളാണ്, ഇലക്ട്രോൺ ഗണ്ണും ഫോസ്ഫർ സ്ക്രീനും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഹൈ പെർസിസ്റ്റൻസ് ഫോസ്ഫർ ഈസ് യൂസ്ഡ്. പെർസിസ്റ്റൻസ് എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെക്ക് ചെയ്താണ്. വാട്ട് ഈസ് പെർസിസ്റ്റൻസ്? ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ നമ്മൾ ഇലക്ട്രോൺ ബീം വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്തോരം നേരം ഗ്ലോ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദി ടൈം ഇറ്റ് ടേക്ക് ടു ഡീകേ ബൈ 1/10 ഓഫ് ഇസ് ഒറിജിനൽ കപ്പാസിറ്റി, അതാണ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഡി വി എസ് ടിയിൽ ഹൈ പെർസിസ്റ്റൻസ് ഫോസ്ഫർ ഈസ് യൂസ്ഡ്. അധികം നേരം ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫോസ്ഫർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് യൂസ് റിഫ്രഷ് ബഫർ. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് യൂസ് റിഫ്രഷ് ബഫർ യൂസ് ചെയ്യുന്നില്ല, ഓർ ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്നില്ല. റിഫ്രഷ് ബഫർ ഓർ ഫ്രെയിം ബഫർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് ചെയ്തു. എന്താണ് റിഫ്രഷ് ബഫർ ഓർ ഫ്രെയിം ബഫർ? ഇറ്റ് ഈസ് എ മെമ്മറി ഏരിയ. ഓക്കെ, പിക്ചർ ഡെഫിനിഷൻ, ഓരോ പിക്സലിലുള്ള പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി സ്പേസിനാണ് റിഫ്രഷ് ബഫർ എന്ന് അല്ലെങ്കിൽ ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി വി എസ് ടി എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ പിക്ചർ ഡെഫിനിഷൻ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്നില്ല. അതിനു പകരം ആസ് ഫോം ഓഫ് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് CRTയിൽ പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻ കോമ്പോണൻസ് ഓഫ് ഡി വി എസ് ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ദി മെയിൻ കോമ്പോണൻസ് ഓഫ് ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ്സ് ആർ ഇലക്ട്രോൺ ഗൺസ്, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ, then a storage mesh or storage grid and a collector. മെയിനായിട്ട് ഈ 4 കോമ്പോണൻസ് ആണ് ഡി വി എസ് ടിക്ക് ഉള്ളത്. 2 ഇലക്ട്രോൺ ഗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള മെത്തേഡ്സിലെല്ലാം ഒരു ഇലക്ട്രോൺ ഗൺസ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഡി വി എസ് ടിയിൽ 2 ഇലക്ട്രോൺ ഗൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഹൈ പെർസിസ്റ്റൻസ് ഉള്ള ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ദെൻ സ്റ്റോറേജ് മെഷ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കോമ്പോണൻ്റ് ഉണ്ട്. അതുകൂടാതെ കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോണൻറ്റും കൂടെ ഡി വി എസ് ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡി വി എസ് ടിയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ഡി വി എസ് ടിയുടെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു സ്ക്രീൻ കാണാം. ദാറ്റ് ഈസ് എ ഹൈ പെർസിസ്റ്റൻസ് ഉള്ള ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനാണ് ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് സ്റ്റോറേജ് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് കളക്ടർ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ദെൻ ഫോക്കസിങ് ആൻഡ് ഡിഫ്ലഷിങ് സിസ്റ്റം, ദെൻ 2 ഇലക്ട്രോൺ ഗൺസ് നമുക്കിവിടെ കാണാം. ഓക്കെ, എ പ്രൈമറി ഗൺ ആൻഡ് എ ഫ്ലഡ് ഗൺ. അപ്പോൾ ഇതൊക്കെയാണ് ഡി വി എസ് ടിയുടെ കോമ്പോണൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഡി വി എസ് ടിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. Direct View Storage Tube or DVST. It resembles CRT as it uses electron gun to draw pictures and phosphor coated screen to display it. The phosphor used is of high persistence. DVST does not use refresh buffer or frame buffer.
to store picture definition. Picture definition is stored inside CRT in form of positive charge distribution. Because of this reason, DVST is also known as storage type CRT. In DVST, no refreshing is required as a result picture drawn on DVST will be seen for several minutes before fading. അപ്പോൾ പിക്ചർ ഡെഫിനിഷൻ പോസിറ്റീവ് ചാർജ്ഡ് ഡിസ്ട്രിബ്യൂഷനായി സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു മെത്തേഡിനെ സ്റ്റോറേജ് ടൈപ്പ് CRT എന്നുകൂടെ അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ DVSTക്ക് പകരം സ്റ്റോറേജ് ടൈപ്പ് DVST എന്താണ് അല്ല CRT എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ DVST തന്നെയാണ് നോട്ട് ചെയ്യേണ്ടത്. In DVST, similar with CRT, electron gun and phosphor coated method is used. But in this, no electron beam is used to directly writing pictures on the screen. But instead of this, we can use storage mesh wire is grid just located behind phosphor coated screen. There is also another grid located just behind storage mesh is called collector, and this purpose is to smooth out flow of flood electrons. The flood gun produces large number of electrons. This negatively charged grid reduces speed of these electrons. Then electrons pass through collector at low velocity and are attracted by positive charged portions of storage mesh and strike at portions of phosphor coated screen to display picture. Some electrons get repelled by other portions of mesh that are negatively charged. Since the collector has slowed down electrons, in this way they are not able to produce sharpened images. So to reduce this problem, screen itself maintained at a high positive potential by means of voltage applied to thin aluminum coating between tube face and phosphor. ഇതാണ് DVSTയുടെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദി പ്രൈമറി ഗൺ ഈസ് യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് ഓർ സ്റ്റോർ പിക്ചർ പാറ്റേൺ ആസ് എ പോസിറ്റീവ് ചാർജ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ ദി സ്റ്റോറേജ് ഗ്രിഡ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പ്രൈമറി ഗൺ ഒരു പിക്ചർ പാറ്റേൺ നേരെ സ്റ്റോറേജ് ഗ്രിഡിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിളാണ് ഡ്രോ ചെയ്യണമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ പാറ്റേൺ നേരെ സ്റ്റോറേജ് ഗ്രിഡിലേക്ക് പ്രൈമറി ഗൺ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ഗ്രിഡിലെ ആസ് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് എന്താണ് ഫ്ലഡ് ഗൺ സെൻസ് എ ഫ്ലഡ് ഓഫ് ഇലക്ട്രോൺസ്, അതോ കുറച്ചധികം ബീം ഓഫ് ഇലക്ട്രോൺസിനെ ഒന്നിച്ച് ഫ്ലഡ് ഗൺ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കളക്ടർ സ്മൂത്തൻ ചെയ്തിട്ട് നേരെ കളക്ടറിൻ്റെ അകത്തൂടെ കടന്ന് സ്റ്റോറേജ് ഗ്രിഡിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, അപ്പോൾ കളക്ടറിൻ്റെ അകത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഗൺസിന് അത് സ്മൂത്തൻ ചെയ്യും. അതിൻ്റെ ഫ്ലോ നല്ല സ്പീഡിൽ വരുന്ന ഇലക്ട്രോൺസിന് അത് അതിൻ്റെ സ്പീഡ് കുറച്ച് ചാർജ് കുറച്ച് നേരെ സ്റ്റോറേജ് ഗ്രിഡിലേക്ക് പാസ് ചെയ്യുന്നു. സ്റ്റോറേജ് ഗ്രിഡിലേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ അല്ലെ ഇലക്ട്രോൺ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളായിട്ടാണ് നമ്മൾ ആ പിക്ചർ പാറ്റേൺ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് പാർട്ടിലേക്ക് മാത്രം ഇലക്ട്രോൺ ബീംസിനെ അട്രാക്ട് ചെയ്യും, ബാക്കിയുള്ള സ്പേസിലെല്ലാം നെഗറ്റീവ് ചാർജ്ഡ് ആണ്. അപ്പോൾ ദീസ് നെഗറ്റീവ് ചാർജ്ഡ് ഗെറ്റ് റിപ്പൾഡ് ബൈ ഇലക്ട്രോൺ ബീംസ് സെൻഡ് ബൈ ദി ഫ്ലഡ് ഗൺ. അപ്പോൾ ഫ്ലഡ് ഗൺ അയക്കുന്ന ഒരുപാട് ഇലക്ട്രോൺ ബീംസിനെ അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിലുള്ള ഇലക്ട്രോൺ ബീംസ് മാത്രം അറ്റാക്ക് ചെയ്യുകയും ബാക്കിയുള്ള സ്പേസിലെല്ലാം നെഗറ്റീവ് ചാർജ്ഡ് ആണ്, അതെല്ലാം റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ അപ്പോൾ ഈ നമ്മളൊരു ട്രയാങ്കിൾ എന്ന് പറയുന്ന പാറ്റേൺ ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കിൾ എന്ന് പറയുന്ന പാറ്റേൺ ഉള്ള സ്പേസിൽ മാത്രം പോസിറ്റീവ് ചാർജ്ഡ് സ്റ്റോർഡ് ആണ്. അപ്പോൾ ആ പാർട്ടിൽ മാത്രം
ഇലക്ട്രോൺ ബീംസ് അബ്സർവ് ചെയ്യുകയും അത് സ്റ്റോറേജ് ഗ്രിഡിലൂടെ പാസ് ചെയ്ത് സ്ക്രീനിൽ വന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോറേജിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോസ്ഫർ ഗ്ലോ ചെയ്യും. ഇലക്ട്രോൺ ബീംസ് വന്ന് ഫോസ്ഫറിൽ കണക്റ്റ് ആകുന്ന സമയത്ത് എന്ത് പറ്റും? ഇറ്റ് എമിറ്റ്സ് എസ് തിൻ സ്പോട്ട് ഓഫ് ലൈറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ സ്പോട്ട് ഓഫ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ മെത്തഡ് ഓഫ് DVST, അല്ലെങ്കിൽ DVSTയുടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DVST എന്താണെന്ന് നോക്കാം. DVSTക്ക് റിഫ്രഷിങ് ആവശ്യമായിട്ടില്ല. ഓക്കെ, പിക്ചർ പാറ്റേൺ ഓൾറെഡി സ്റ്റോർഡ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ബീംസ് ഫ്രം ദി ഫ്ലഡ് ഗൺ ഈസ് കണ്ടിന്യൂസ്ലി ഹിറ്റിംഗ് പാസിംഗ് ത്രൂ ദി സ്റ്റോറേജ് മെഷ്. അതുകൊണ്ട് റിഫ്രഷിങ് ആവശ്യമില്ല. അതേപോലെ തന്നെ ഡിസ്പ്ലേ കോംപ്ലക്സ് പിക്ചേഴ്സ് അറ്റ് ഹൈ റെസൊല്യൂഷൻ വിത്തൗട്ട് എനി ഫ്ലിക്കർ. ഓക്കെ, ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള നല്ല റെസൊല്യൂഷൻ വേണ്ട പിക്ചേഴ്സ് എല്ലാം ഒരു ഫ്ലിക്കറും കൂടാതെ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു DVST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ മറ്റു മെത്തേഡ്സൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ടൈമും ഫ്രെയിം റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് പിക്ചർ ഡെഫിനിഷൻ്റെ അകത്ത് പോയി ചെക്ക് ചെയ്ത് അതിൻ്റെ പിക്ചർ ഡെഫിനിഷൻ റീഡ് ചെയ്തതിന് ശേഷമാണ് ഓരോ പിക്സലും റൈറ്റ് ചെയ്യുന്നത്. DVST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പിക്ചർ ഡെഫിനിഷൻ അവിടെ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഓരോ ടൈം റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലഡ് ഗൺ ഇലക്ട്രോൺ ഗൺസിന് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലിക്കർ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഓക്കെ, മറ്റുള്ള മെത്തേഡ്സിലെല്ലാം ഫ്ലിക്കറിനുള്ള പോസിബിലിറ്റി ഉണ്ട്. DVSTയിൽ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് അതാണ്. ദാറ്റ് ഈസ് വി ക്യാൻ ഡിസ്പ്ലേ കോംപ്ലക്സ് പിക്ചേഴ്സ് അറ്റ് ഹൈ റെസൊല്യൂഷൻ വിത്തൗട്ട് എനി ഫ്ലിക്കർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് യൂസ് ഫ്രെയിം ബഫർ ഓർ റിഫ്രഷ് ബഫർ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് DVST എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ആനിമേഷൻ, അത് നമുക്കൊരു പിക്ചർ ഡ്രോ ചെയ്യണമെങ്കിൽ ഓൾറെഡി അവിടെ ഒരു പാറ്റേൺ സ്റ്റോർഡ് ആണെങ്കിൽ നമുക്ക് ആ പാറ്റേൺ മായ്ച്ചതിന് ശേഷമേ രണ്ടാമത് വേറൊരു പിക്ചർ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രൈമറി കാണുന്ന ഒരു പാറ്റേൺ സ്റ്റോറേജ് മെഷിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ആ പാറ്റേൺ ഓൾറെഡി സ്റ്റോറേജ് ഗ്രിഡിൽ സ്റ്റോർഡ് ആണ്. ഇനി പുതിയൊരു പിക്ചർ ഡ്രോ ചെയ്യണമെങ്കിൽ ആ പാറ്റേൺ ഇറേസ് ചെയ്തതിന് ശേഷം പുതിയ പാറ്റേൺ എന്ത് ചെയ്യണം? പ്രൈമറി ഗൺ സ്റ്റോറേജ് മെഷിലേക്ക് സെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആനിമേഷൻ പോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ DVST എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ടൈമും അടുത്ത ഇമേജ് വേണമെങ്കിൽ നമ്മൾ പ്രൈമറി ഗൺ വെച്ച് പുതിയ പാറ്റേൺ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന് ഇച്ചിരി ഡിലേ വരുന്നതുകൊണ്ട് ആനിമേഷൻ നമ്മൾ കണ്ടിന്യൂസ് ഫ്രെയിം ആയിട്ട് വരുന്നതുകൊണ്ട് ആനിമേഷൻ പോലെയുള്ള ആപ്ലിക്കേഷനിൽ ഇത് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ്. These systems do not use display colors. So that is DVST or direct to use storage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടു ഇലക്ട്രോൺ ഗൺസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗൺ. അതിന് ഫ്ലഡ് ഗൺ അല്ലെങ്കിൽ സെക്കൻഡറി ഗൺ എന്നാണ് പറയുന്നത്. Primary gun is used to draw pattern, secondary gun is to produce flood of electrons. Thank you for watching.